അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി ദുആ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ കൊണ്ട് നമുക്ക് സഹായിക്കുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന സർവേശ്വരനായ പടച്ചതമ്പുരാൻ സർവ്വസ്തുതികളും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, ഇന്ന് സഫർ മാസത്തിന്റെ ആദ്യ പകലാണ്. നമ്മൾ ഇന്നലെ സഫർ മാസത്തിന്റെ ചില ചരിത്ര പശ്ചാത്തലങ്ങളും ആ സഫർ മാസത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടോ, അതിലെന്തെങ്കിലും പ്രാധാന്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ വേഗത്തിൽ പറഞ്ഞുപോയി. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഹിജറ കലണ്ടർ സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ ഹിജറ കലണ്ടറിന്റെ സഫറിന്റെ ആദ്യ പകലാണ്. പലരും സഫർ മാസത്തിൽ ദൗർഭാഗ്യകരമാണ്, ഒന്നിനും കൊള്ളാത്ത മാസമാണെന്ന് എഴുതിത്തള്ളിയ ഒരു മാസമാണ് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സഫർ മാസം തെറ്റായ രീതിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, അതുവ വലാ തീറ വലാ ഹാമ വലാ സഫർ എന്ന് നമ്മൾ പറഞ്ഞ ഹദീസാണ്. ഇന്ന് അതൊന്നുമല്ല ചർച്ചാ വിഷയം. ഇന്ന് നമ്മൾ പറയുന്നത് ഈ സഫർ മാസത്തിൽ നാം ശ്രദ്ധിക്കാനുള്ള, ചൊല്ലാനുള്ള, ചേർത്തു പിടിക്കാനുള്ള ഒരുപടി അമലുകളുമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഫറിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പരിഗണനയോ പ്രത്യേകിച്ചൊരു ഇടങ്ങേറുകളോ ഒന്നുമില്ല. ചില ആളുകളുടെ സംശയം, ഉസ്താദെ, സഫറിന്റെ ആദ്യ പകലിൽ എന്തെങ്കിലും പ്രത്യേക നിസ്കാരങ്ങളോ പ്രത്യേക ദുആകളോ പ്രത്യേക ദിക്റുകളോ എന്തെങ്കിലും ഉണ്ടോ? സഫറിന്റെ അവസാനത്തെ ദിവസത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് നിസ്കാരങ്ങളോ പ്രത്യേകതരമായ ഒരു ഇബാദത്തൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിലോ മുൻഗാമികളോ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. നിസ്കാരങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ദിക്റുകൾ, ചില ദുആകളൊക്കെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും സ്വഹീഹായ ഹദീസുകളിലൂടെ പ്രത്യേകിച്ചൊരു നമസ്കാരത്തെ പറ്റി എങ്ങും പറയണില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ആ പേരിൽ പ്രചരിപ്പിക്കുന്ന പല സന്ദേശങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ മാസത്തെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് വേഗത്തിലൊന്ന് പറയുകയാണ്. ഈ മാസത്തെ എന്താണ് ചെയ്യാനുള്ളത്? ഒന്നാമത് നാം ചെയ്യാനുള്ളത് കൃത്യമായി നമസ്കരിക്കണം. ഒന്നാമത് സഫർ മാസത്തിലെ, സഫർ മാസമല്ല ഏത് മാസത്തിൽ, പ്രത്യേകിച്ച് സഫർ മാസത്തിൽ നാം ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം കൃത്യമായി നമസ്കരിക്കണം. ഉമ്മമാരെ, മുഹറം മാസം കടന്നുപോയി, അള്ളാന്റെ മാസം. ഒന്ന് കൽബിൽ തട്ടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര നിസ്കാരം! ഇന്നത്തെ രാവ്, ഇന്നത്തെ ഈ പകല് വിചിന്തനത്തിന്റെ ദിവസമാകട്ടെ. വെറുതെ ആരെ നോക്കണ്ട കേട്ടോ, നമ്മുടെ കൽബിലേക്ക് ഒന്ന് കൈവച്ചിട്ട് വെറുതെ ഒന്ന് ആലോചിച്ച, പടച്ചോനെ, മുഹറം 1 മുതൽ ഈ മുഹറം 30 വരെ 29 ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാന്റെ മാസമാണ്, ഒരു ഹിജറ കലണ്ടറിന്റെ ആദ്യമാണ്. പടച്ചോനെ, എത്ര നിസ്കാരം എനിക്ക് കള്ളായിട്ടുണ്ട്. വെറുതെ കണക്കുണ്ടോ എൻ്റെ ഉമ്മ, കണക്കുണ്ടോ എൻ്റെ പെങ്ങളെ? നമ്മൾ വെറുതെ കാര്യങ്ങൾ കേട്ടുപോയിട്ട് കാര്യമില്ല. ചിന്തിക്ക്, ജീവിതത്തിൽ നിസ്കാരം കള്ളാണ്ടെങ്കിൽ പിന്നെ റബ്ബിന്റെ കോടതിയിലേക്ക് എങ്ങനെയാ ചെന്ന് നിൽക്കാൻ നമുക്ക് പറ്റുക? ഉമ്മമാരെ, ഒന്നാമത് ചെയ്യാനുള്ള നമസ്കാരം കൃത്യമായി നിർവഹിക്കലാണ്. 2, പ്രഭാത പ്രദോഷ, അതായത് രാവിലെയും വൈകുന്നേരത്തും നിബിധങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ നമ്മൾ മുറുകെ പിടിക്കുക. ഉറക്കത്തിന് എഴുന്നേറ്റാ ചൊല്ലാനുള്ളത്, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചൊല്ലാനുള്ളത്, രാവിലെ നമ്മൾ ചൊല്ലാനുള്ളത്, വൈകുന്നേരം നമ്മൾ ചൊല്ലാനുള്ളത്. അൽഹംദുലില്ലാ, ഈ വോയിസ് ഓഫ് ഷഫീഖ് പറ്റുന്ന ചാനലിലൂടെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് ചില അദ്കാറുകൾ നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിക്റുകൾ ചൊല്ലാറുണ്ട്. അതൊരു വലിയ സഹായകമാണ്. കൂടെ നിങ്ങൾ ചൊല്ലണം, അല്ലാഹ് കബൂലാക്കട്ടെ. അപ്പോൾ നമ്മൾ ദിക്റുകളിലായി മുഴുകുക. എല്ലാ ദിക്റും ചൊല്ലാം. ഏതൊക്കെ ദിക്റ് അറിയാൻ പറ്റുമോ ഒക്കെ നമുക്ക് ചൊല്ലാം. എന്തെല്ലാം ദിക്റ് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത, അങ്ങനെ തുടങ്ങി 100 കണക്കിന് ദിക്റുകൾ നമുക്കറിയാം. ഉമ്മമാരെ, സഫർ മാസത്തിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം പ്രത്യേകിച്ച് ദിക്റുകൾ അധികരിപ്പിക്കുക. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയം സമാധാനമാകുന്നത്, ടെൻഷൻ മാറുന്നത്, ഡിപ്രഷൻ മാറുന്നത്, കടങ്ങൾ മാറുന്നത്, ബുദ്ധിമുട്ട് മാറുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനെല്ലാം പരിഹാരം ദിക്റുകളിലാണ്. ദിക്റുകളിലൂടെ നിങ്ങൾ എന്നെ അടുക്ക്, നിങ്ങൾ എന്നോട് അടുക്ക്, ഞാൻ നിങ്ങളിലേക്ക് വരും, ഉറപ്പാണ്. അള്ളാഹ് ഭാഗ്യം തരട്ടെ. അതുപോലെ 3-ാമത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അള്ളാന്റെ മാസമായ മുഹറമിൽ നമ്മൾ എത്ര തെറ്റ് ചെയ്തു ഒന്ന് ആലോചിക്കുക. എത്ര തെറ്റ് നമ്മൾ ചെയ്തു, കണക്കുണ്ടോ? ഒന്ന് മുഹറത്തിന്റെ കാര്യം പോട്ടെ, ഇന്നലെ മുഹറമിന്റെ അവസാന പകലായിരുന്നല്ലോ. ഒന്ന് ആലോചിക്കുക,
വെറുതെ പടച്ചോനെ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മുതൽ ആ ഉറക്കപ്പായിലേക്ക് തിരിച്ചു ചെല്ലുന്നവരെ എത്ര തെറ്റ് നമ്മൾ ചെയ്തു. കണക്കുണ്ടോ ഉമ്മ, കണക്കുണ്ടോ പെങ്ങളെ? ഇല്ല. ഈ പറയുന്ന ഞാനടക്കം കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബ് കൊണ്ട് എത്ര തെറ്റുകൾ. അതെല്ലാം റബ്ബിന്റെ കൂടുതൽ പൊറുക്കലിനെ തേടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇസ്തിഗ്ഫാർ. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെയാണ്. അതുകൊണ്ട് തന്നെ നിബിധങ്ങൾ 100-അധികം തവണ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു എന്നാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്ന് ചിന്തിക്ക്, നമ്മുടെ മഹാരഥന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ട് വിജയിച്ചവരാണ്. അതുപോലെ 4-ാമതാം ചെയ്യാനുള്ളത് സ്വലാത്ത് അധികരിപ്പിക്കണം. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് അസ്തമിച്ചാൽ വെള്ളിയാഴ്ച രാവ് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട രാവ് അല്ലേ? നാളെ വെള്ളിയാഴ്ച പകൽ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടത്. എത്ര സ്വലാത്ത് ചൊല്ലല്ലേ മതി വരൂല. അള്ളാഹു ഭാഗ്യം തരട്ടെ. സ്വലാത്ത് ഞാൻ അറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കാതെ വേഗം പറഞ്ഞു പോണത്. സ്വലാത്തിനെ അധികരിപ്പിക്കുക. അതുപോലെ നമ്മൾ അവസാനം നാം ശ്രദ്ധിക്കാനുള്ളത്, 5-ാമതാം ശ്രദ്ധിക്കാനുള്ള കാര്യം, എല്ലാ കാര്യങ്ങളിലും തവക്കുലുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും തവക്കുലുണ്ടാകും. നമ്മളെപ്പോഴും ഏതൊരു കാര്യം ചെയ്തും ബിസ്മി പറയാം. ഈ സഫർ മാസത്തിൽ ചില പ്രശ്നങ്ങൾ ഇല്ലാന്നല്ല, സഫറിന്റെ അവസാന ബുധനൊക്കെ വലിയ അദാബ് ഇറങ്ങുന്ന, അള്ളാഹുവിന്റെ വലിയ ശാപം ഇറങ്ങുന്ന, വലിയ ബുദ്ധിമുട്ടിറങ്ങുന്ന, ഇടങ്ങേറുകൾ ഇറങ്ങുന്ന ദിവസങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ മാസത്തിലുണ്ട്. സഫറിന്റെ അവസാന ബുധൻ കുറച്ച് കൂടുതലാണ്. അപ്പൊ ആ ഇടങ്ങേറുകൾ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഏത് കാര്യം ചെയ്താലും ബിസ്മില്ല പറയുക. പാത്രം എടുത്താൽ ബിസ്മില്ല, ചൂലെടുത്താൽ ബിസ്മില്ല, വസ്ത്രം എടുത്താൽ ബിസ്മില്ല, ചെരുപ്പെടുത്താൽ ബിസ്മില്ല. അങ്ങനെ ബിസ്മി അധികരിപ്പിക്കുക. ബിസ്മി ഉള്ളിടത്ത് പിന്നെ അള്ളാന്റെ ബുദ്ധിമുട്ടിറങ്ങൂല, അള്ളാന്റെ കാവലുണ്ടെന്നല്ലേ. അതുകൊണ്ട് ബിസ്മി അധികരിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തവക്കൽതു അലല്ലാഹ്. ഏതൊരു കാര്യത്തിനും തവക്കുൽ ഉണ്ടാകണം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. മല പോലെ വരുന്നത് മഞ്ഞ് പോലെ അല്ലാഹു തരും, തവക്കുൽ ഉണ്ടെങ്കിൽ എന്നാണ്. എല്ലാ പ്രവാചകന്മാരും തവക്കുലിലാണ് മുന്നോട്ട് പോയത്. നമുക്കും തവക്കുൽ ഉണ്ടാകണം, തവക്കുലായിട്ട് മുന്നോട്ട് പോകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായും സഫറിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമുക്ക് വരില്ല. പ്രത്യേകിച്ച് സഫറിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ കൽബിനെ സമർപ്പിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ, ദിക്റുകൾ ചൊല്ലി, പ്രഭാതത്തിൽ പ്രദോഷത്തിൽ ചൊല്ലാനുള്ളത്, ഓരോ നമസ്കാര ശേഷം ചൊല്ലാനുള്ളത്, നമ്മൾ ദിക്റുകളിലൂടെ, അദ്കാറുകളിലൂടെ, ദുആകളിലൂടെ, തസ്ബീഹുകളിലൂടെ, നമസ്കാരങ്ങളിലൂടെ റബ്ബിലേക്ക് നിങ്ങൾ ഒന്നടുത്താൽ ഒരൊറ്റ മഹ്ലൂക്കിന് നിങ്ങൾ തൊടാൻ പറ്റൂല. അത് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലുള്ള എന്ത് ദോഷം നിങ്ങളിലേക്ക് വന്നാലും അത് തട്ടിമാറിപ്പോകും, ഉറപ്പ്. ഈ പറയുന്ന മഹാരഥന്മാർ പറഞ്ഞ ഈ സഫർ മാസത്തിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു നോക്കിയേ, ഒരിടങ്ങേറ് ഈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവൂല, ഉറപ്പാണ്. മഹാരഥന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന, അവർ ജീവിതത്തിൽ ചേർത്ത് പിടിച്ച കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ സഫർ മാസത്തിലെ ഒരിടങ്ങേറും ഒന്നും നിങ്ങൾക്ക് തരൂല. നമുക്കിത് കേൾക്കുമ്പോൾ നിസ്കാരം നമ്മൾ ചെയ്യുന്നുണ്ട് ഉസ്താദെ, എവിടെ നമ്മൾ ചെയ്യണേ? ആ നിസ്കാരത്തിൽ എത്ര ഇഖ്ലാസ് ഉണ്ട്? ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് ഉസ്താദെ, നിസ്കാരം കളഞ്ഞ തസ്ബീഹ് എടുത്തിട്ട് സൗണ്ട് മാത്രമേ ഉള്ളൂ, കൽബിലില്ല. അത് റബ്ബിന് വേണ്ട. വദരിബൂബി ഹാദൽ വജിഹിരി സ്വാഹിബിക, അതല്ല മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും കാണുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് റബ്ബിന് വേണ്ട. കൽബിൽ തട്ടി പറയലാണ് അസ്തഗ്ഫിറുല്ലാഹ്. കണ്ണ് നിറഞ്ഞ് കൽബ് പൊട്ടി പറയ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് സ്വീകരിക്കും. സ്വലാത്ത് മദീനയിലേക്ക് ഇണങ്ങിച്ചേർന്ന് ചൊല്ലി അങ്ങ് ഇഴകിച്ചേരട്ടെ, ഉറപ്പായും അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹ് കബൂലാക്കട്ടെ. അതുപോലെ അല്ലാഹനെ തവക്കുലാക്കി കൽബ് തട്ടി 5 കാര്യങ്ങൾ ചേർത്ത് പിടിച്ചാൽ സഫറിന്റെ ഇടങ്ങേറുകളൊക്കെ മാറുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സഫറിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്നല്ല എല്ലാ ഇടങ്ങേറുകളും, എല്ലാ മുസീബത്തുകളും നമുക്ക് തട്ടിമാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ കാര്യങ്ങളൊക്കെ മുന്നിലുള്ള ഭാഗ്യം തരട്ടെ. നമ്മൾ എന്ത് വിഷമങ്ങളിലാണോ, എന്ത് പ്രയാസങ്ങളിലാണോ, എന്ത് ബുദ്ധിമുട്ടുകളിലാണോ, അതെല്ലാം അല്ലാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറിന്റെ വാതായനങ്ങൾ അല്ലാഹു തുറന്നിട്ട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സലാമത്തിന്റെ രക്ഷ കവചം അല്ലാഹു തുറന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ഇസ്ലാമിക ചരിത്ര കഥകൾ പറയുന്ന ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു ചാനൽ ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളിലേക്ക് ഒരു ചരിത്ര കഥകൾ എത്തിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോന്ന് ഇതുപോലെ കുറഞ്ഞ സമയത്താണ്. അവർ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. രാത്രി 9 മണിക്ക് അതോടൊപ്പം ബദറിൻ തീരം ആത്മീയ മജ്‌ലിസിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. 3-ലും നിങ്ങൾ പങ്കെടുക്കണം, 3 നിങ്ങൾ കേൾക്കണം, 3 ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നിങ്ങൾ ദുആരക്കണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആവസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആവസിയത്തോടെ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആരക്കണം ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.